അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ പാഠം ഹുറൂഫ് അറബി മലയാളം അക്ഷരങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ രണ്ടാം പാഠം കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത്. അറബി മലയാള അക്ഷരങ്ങൾ പഠിക്കുക, അത് ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ എഴുതാൻ പഠിക്കുന്നു, വായിക്കാൻ പഠിക്കുന്നു. ഇതൊക്കെയാണ് ഈ പാഠം കൊണ്ട് മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ അറബി അക്ഷരങ്ങളും അറബി മലയാള അക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ അറബി മലയാള അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങൾ അടി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറബി മലയാളം മേലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആ. അപ്പോൾ അതിനെ അറബി മലയാളത്തിൽ ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ എല്ലാതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒ, ഓ, ഔ, അം അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ മലയാള അക്ഷരങ്ങളും അതിൻ്റെ മേലെ മുകളിൽ അതിൻ്റെ അറബി മലയാള അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ക, ഗ, ഗ എന്ന് പറയുന്ന ആ അക്ഷരങ്ങളും ച വരുന്ന അക്ഷരങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ അക്ഷരങ്ങളും ങ എന്നുള്ള അക്ഷരമുണ്ട്. അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാ എന്ന് പറയുന്ന അക്ഷരം എന്താ ഇവിടെ കാണുന്ന ഞാ, ങ ഒക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട അക്ഷരങ്ങളാണ്. ഞാ, ങ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് നമ്മൾ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ഡ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ, ത വെച്ചിട്ട് പ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ, ബ, മ, ന എന്നുള്ള അക്ഷരം, ഡ എന്നുള്ളത്, അങ്ങനെ ദ എന്നുള്ള അക്ഷരം, അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മലയാളം അക്ഷരങ്ങളും അതുപോലെ തന്നെ അറബി മലയാള അക്ഷരങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ വാക്കുകൾ ഉണ്ടാക്കണം. ഇപ്പോൾ യാ, ര, ല, വ, ഷ, ഷ, സ, ഹ, പിന്നെ ള, ഴ, റ, പിന്നെ എന്നുള്ള അക്ഷരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാക്കുകൾ ഓരോ പദങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ എഴുതാനും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ തെദിരീബാത്തിൽ നിന്നൊക്കെ നോക്കാം. അവിടെ ഒരുപാട് തെദിരീബാത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ അക്ഷരങ്ങളൊക്കെ. അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിച്ചിട്ടുള്ളത്? ഒന്ന് എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എ, ഒ, ഓ, ഔ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തു? എലി. ഇനി എ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കും? പിന്നെ ഏലം. അടുത്ത് ഒരു എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരുവൻ. ഇനി ഓ എന്നുള്ളിടത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓല. അടുത്തത് ഔ എന്നാണ്. ഔ. അപ്പോൾ എന്ത് ചെയ്യും? ഔഷധം. ഇനി രണ്ടാമത്തെ ങ, ഞ, ണ, ഘ, ച ഈ അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് എഴുതണം. ങ. അപ്പോൾ ങ എന്ന് എങ്ങനെ എഴുതും? മാങ്ങ. അടുത്തത് ഞാ വെച്ചിട്ട് മഞ്ഞ. അടുത്തത് ണ വെച്ചിട്ട് കിണർ. ഇവിടെ നടുവത്തെ അക്ഷരമാണ് ആ ണ വായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് മേഘം. പിന്നെ ജാർഖണ്ഡ്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും നമ്മൾ എന്തുണ്ടാക്കുക എന്നുള്ളതാണ്? വാക്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുഖം. അതുപോലെ ചക്ക, കുട, ഡ എന്നുള്ള അക്ഷരത്തിന് കുട. അടുത്തത് ദ, കഥ. അടുത്തത് പായ. ഇനി ള, ഴ, ഡ, ച ഇതിനൊക്കെ എന്തുണ്ടാക്കണം? വാക്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ ള എന്നുള്ളത് പൂക്കൾ. ള എന്നുള്ളത് ഇവിടെ വന്നില്ലേ? പൂക്കൾ. ള വന്നു. അടുത്ത ഴ വാഴ. അടുത്തത് ഡക്ക. ഇനി ഢ വെച്ചിട്ട് മിഠായി. അടുത്തത് ഛർദി. ഛ വെച്ചിട്ടുള്ള ഇനി ഛർദി. ഇനി അടുത്തത് ഫ, ബ, ര, ശ, ഹ. അങ്ങനെ പാക്ക് എന്ത് ചെയ്തു? ഫലം. അടുത്തത് ഭരണി. രാക്ക് പിന്നെ ചിരവ. അടുത്തത് ഷ മഷി. അടുത്തത് ഹ സിംഹം. ഹ ഇനി സിംഹം. അങ്ങനെ ഓരോന്നിനും അവിടെ വാക്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള. ഓരോ അക്ഷരങ്ങൾക്കും വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു PDF ആണ് ഈ കാണുന്നത്. PDF പിന്നെ കളർ രൂപത്തിൽ കുട്ടികൾക്ക് ഒരു ആകർഷകമാകുന്ന രൂപത്തിൽ ഒരു കളർ പ്രിൻ്റ് എടുക്കുന്ന രൂപത്തിൽ ചെയ്തതാണ്. പിന്നെ ഓരോ അക്ഷരങ്ങളും കളറിലായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ PDF കിട്ടണമെങ്കിൽ ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ PDF തരും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വാക്യങ്ങൾ ഉണ്ടാക്കണം. ഓരോ വാക്കുകൾ ഉണ്ടാക്കണം, ഓരോ പദങ്ങൾ. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അറിവ്, പറവ, കട. ആ 3 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറബി മലയാളം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ? അറിവല്ല ഫസ്റ്റത്, അറിവ്. അപ്പോൾ ആ എന്നുള്ളത് നോക്കണം. അതാ ഫസ്റ്റ് തന്നെ ആ എന്നുള്ള അക്ഷരം. അപ്പോൾ ആ എന്ന് എഴുതുന്നു. പിന്നെ അടുത്തത് റാ എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തത് ഇവിടെ കാണാം ആ റാ എന്നുള്ള അക്ഷരം. അപ്പോൾ റാ ഇനി കെസർ കൊടുത്താൽ അറിയുന്നായി. ഇനി അടുത്തത് വാവാണ്. ആ റാ ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വാവുണ്ട്. വാ എന്നുള്ള അക്ഷരം. അപ്പോൾ അതിന് സുക്കൂൻ ചെയ്യുക അറിവ്. ഓക്കെ. ഇനി അടുത്തത് പറവ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പറവ അത് ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. കൂട്ടി എഴുതേണ്ട അതാണ്. ചിലപ്പം മക്കൾ എഴുതുമ്പോൾ
കൂട്ടാതെ എഴുതും. ഈ പായും റായും കൂട്ടി എഴുതേണ്ട അക്ഷരങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ മക്കൾ പിന്നെ PDF നോക്കി എഴുതുമ്പോൾ കൂട്ടക്ഷരമായിട്ട് എഴുതൂല, ഓരോ അക്ഷരമായിട്ട് എഴുതും. അങ്ങനെ എഴുതിക്കോട്ടെ, തുടക്കത്തിൽ അങ്ങനെ എഴുതിക്കോട്ടെ. പിന്നീട് ഏതൊക്കെ അക്ഷരങ്ങളാണ് കൂട്ടി എഴുതുക, ഏതൊക്കെ അക്ഷരങ്ങളാണ് കൂട്ടി എഴുതാൻ പറ്റാത്തതെന്ന് അവൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. അപ്പോൾ പറവ എന്നുള്ളത്, ആ പറവ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇതിൽ നിന്ന് അവരുടെ അവിടെ പാന്ന് ഇവിടെ എഴുതുന്നു. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞു റാ എന്നുള്ളത്. പിന്നെ അതും നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പറവ എന്ന് എഴുതി. ഇനി അടുത്ത് മൂന്നാമതായിട്ട് മലയാളത്തിൽ കൊടുത്ത് കട എന്നാണ്. ആ കട എന്നുള്ളത് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഉടനെ ഈ ക എന്ന അക്ഷരം എവിടെ നോക്കുക, ക. അപ്പോൾ കാഫിനെ കിട്ടി. അങ്ങനെ ക എഴുതി. പിന്നെ ഡ എന്നുള്ള അക്ഷരം കിട്ടണം. ഇതിൽ പറഞ്ഞ ആ ഡ എന്ന് പറയുന്ന അക്ഷരത്തിൽ കിട്ടണം. അതവിടെ ഉണ്ട്. അപ്പോൾ ഡ എന്നുള്ള അക്ഷരം. അങ്ങനെ കട. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ചാർട്ട് നോക്കിയിട്ട് എഴുതേണ്ടത്. ഈ രൂപത്തിൽ പിന്നെ ചാർട്ട് നോക്കിയിട്ട് ഓരോ മലയാള വാക്കുകൾ എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ അറബി മലയാളം ഈ പിന്നെ PDF നിന്ന് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാം കൂടി പിന്നെ കൂട്ടി കുഴച്ചിക്കാണ്ട് കൊടുക്കാൻ പാടില്ല. അതായത് സിമ്പിളായിട്ടുള്ള വാക്കുകൾ ആദ്യം കൊടുക്കണം. ദീർഘമില്ലാത്ത, യകാരോ ഒകാരോ ഒന്നും ഇല്ലാത്ത, എന്താ യകാരോ ഒകാരം എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ യകാരവും ഒകാരവും ഇല്ലാത്ത വാക്കുകളായിരിക്കണം ആദ്യം കൊടുക്കണം. ദീർഘം ഉണ്ടാവരുത്. ഫത്തേനെ അലിഫ് കൊണ്ട് നീട്ടുകയാണെങ്കിലും ലൊമ്പ് കൊണ്ട് നീട്ടുകയാണെങ്കിലും വാവ് കൊണ്ടാണെങ്കിലും യാ കൊണ്ടാണെങ്കിലും അലിഫ് കൊണ്ടാണെങ്കിലും നീട്ടുന്നതൊന്നും തുടക്കത്തിൽ കൊടുക്കരുത്. സിമ്പിളായിട്ടുള്ള പദങ്ങൾ കൊടുക്കുക. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ ചെയ്തിട്ടുണ്ട്. തറ, പറ, കടുവ, മല. ഇതിലൊന്നും ദീർഘമില്ല, യകാരമോ ഒകാരമോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെ തറ. ഈ തറ എന്നുള്ളത് കുട്ടികൾ ആ ചാർട്ട് PDF നോക്കിയിട്ട് എഴുതണം. അപ്പോൾ കുട്ടികൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഈ രൂപത്തിലേക്കാരെ എഴുതുക, അങ്ങനെ ഒറ്റക്ഷരമായിട്ട്. അപ്പോൾ തറ, കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. അടുത്ത് പറവ എന്നാണ്. അപ്പോൾ പറവ കുട്ടികൾ അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യും, പറവ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതും. കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് അത് എഴുതേണ്ടത്. പിന്നെ കടുവ എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ക എന്ന അക്ഷരം കണ്ടെത്തുന്നു, ഡ എന്ന അക്ഷരം, ഡാക്ക് ലൊമ്മ് കൊടുക്കുന്നു, കടുവ. പിന്നെ വാവ് കണ്ടെത്തുന്നു, അപ്പോൾ കടുവ. കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ എഴുതുക. പിന്നെ മല എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മല, മീമ് ലാമ്, മല. അപ്പോൾ കൂട്ടി എഴുതുന്ന സമയത്ത് ഈ രൂപത്തിലാണ് എഴുതുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള വാക്യങ്ങൾ ആദ്യം നമ്മൾ കൊടുക്കണം. ഇനി ഒരുപാട് വാക്യങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ ഈ PDF വെച്ചുകൊണ്ട് പരിശീലിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ദീർഘമുള്ളത് നോക്കുകയാണ്. അതായത് ഫത്തഹ് കൊണ്ട് നീട്ടുന്നത്. ഫത്തഹിനെ അലിഫ് കൊണ്ടുള്ള ഫത്തഹിനെ നീട്ടുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത്. എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കൊടുക്കരുത്. ഇപ്പോൾ ഫത്തഹിനെ നീട്ടുന്നത് മാത്രം കൊടുക്കുക. അതിനൊരു 10-12 വാക്കുകൾ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഉദാഹരണം നോക്കാം. പാലം, കാട്, താടി, 4, വാടക. ഇതിലൊക്കെ പാലം നോക്കിക്കോളിയും. പാലം പിന്നെ ഫതഹാണ്. പിന്നെ അലിഫ് ഇട്ടിട്ടാണ് നീട്ടേണ്ടത്. അപ്പോൾ പാലം. കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക. പാലം ഈ രൂപത്തിൽ എഴുതുക. അടുത്തത് കാട്. അപ്പോൾ കാടിന്ന് ആ PDF നോക്കിയിട്ട് അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കിയിട്ട് കാട് കാഫ് അലിഫ് ഡ. ആ ഡ എന്നുള്ളതിന് സുക്കൂനും കൊടുക്കുക. അപ്പോൾ കാട് കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ. ഇനി അടുത്തത് താടി. താടി തായിന് ഫത്തഹാണ്. അപ്പോൾ അലിഫ് കൊണ്ട് നീട്ടി താടി. കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ. 4 എന്നുള്ളത് കണ്ടില്ല. നൂന് അലിഫ് 4 കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ. അടുത്ത് വാടക. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫത്തഹിന് നീട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇനി നമ്മൾ അടുത്ത കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് കെസിറിനെ നീട്ടുന്നത്. കെസിറിനെ എന്തുകൊണ്ടാണ് നീട്ടുക, യാ കൊണ്ടാണല്ലോ നീട്ടുക. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ നമ്മൾ കണ്ടെത്തുക. ഏതൊക്കെ, ശീല, അതുപോലെ മീശ, മീന്, കീടം, വീട്, ഇങ്ങനെയുള്ള വാക്കുകൾ. അവർ ഒരുപാട് വാക്കുകൾ അതുപോലെ കണ്ടെത്തുക. എന്നിട്ട് അത് എഴുതി കൊടുക്കുക. മലയാളത്തിൽ എഴുതി കൊടുക്കുന്നു. കുട്ടികൾ ആ PDF നോക്കിയിട്ട് പുസ്തകം നോക്കിയിട്ട് എന്താക്കണം, അത് അറബി മലയാളത്തിലാക്കണം. അപ്പോൾ ശീല എന്നെങ്ങനെ എഴുതും, ശീല. ശീനെ നീട്ടാൻ ആ കെസറിനെ നീട്ടാൻ യാ ഇട്ടു. അപ്പോൾ ശീല. അടുത്ത് മീശ. മീശ, മീമ് കെസറ്, ആ കെസറിന് നീട്ടാൻ യാ കൊടുക്കുന്നു. പിന്നെ ഷീന്. അങ്ങനെ മീശ. കൂട്ടി എഴുതുന്ന രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒറ്റയ്ക്ക് എഴുതുന്ന രൂപം. കുട്ടികൾ ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ ഒറ്റക്ഷരമായിട്ടാണ് എഴുതലുണ്ടാവുക. അങ്ങനെ എഴുതിക്കോട്ടെ. പിന്നീട് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി കൂട്ടക്ഷരം എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ അടുത്തത് മീന് എന്നുള്ളതാണ്. മീന് മീമിന് കെസിർ, അതിന് നീട്ടാൻ യാ നൂന്. അങ്ങനെ മീന്. പിന്നെ കീടം ഒക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അടുത്തത് വീട് ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ. അടുത്ത് കെസിറിനെ നീട്ടാനാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഫത്തഹിനെ നീട്ടുന്നത് പഠിച്ചു, കെസിറിനെയും പഠിച്ചു. ഇനി ലൊമ്മിനെ നീട്ടുന്ന അക്ഷരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്.
അപ്പോൾ ഏതുപോലെ കൊടുക്കും? കൂട്, പൂവ്, ചൂല്, തൂവൽ, മൂക്ക്, ഈ രൂപത്തിലുള്ള വാക്യങ്ങൾ. ഇനി ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കുക എന്ന് കുട്ടികൾ കൊടുത്തിട്ട് കുട്ടികളത് നോക്കിയിട്ട് എഴുതട്ടെ. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ കൂടിന് എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. കൂട് കൂ എന്നതിൻ്റെ ആ ലൊമ്മനെ നീട്ടിയത് വാവ് കൊണ്ടാണ്. അപ്പോൾ കൂട്, പിന്നെ ഡ എന്നുള്ളതും കണ്ടെത്തി അങ്ങനെ കൂട് എഴുതി. കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ എഴുതും. അടുത്ത് പൂവ് എന്നാണ് പൂവ്, പൂവിൻ്റെ ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടി പൂവ്, ഈ രൂപത്തിൽ കൂട്ടി എഴുതും. അടുത്ത് ചൂല്, അടുത്ത ഏതാണ്? ചൂലിനെ പിന്നെ ലൊമ്മിനെ എന്തുകൊണ്ടാണ് നീട്ടിയത്? വാവ് കൊണ്ട് നീട്ടി. ഓക്കെ, എന്നിട്ട് ചൂലിന്ന് എഴുതി. അങ്ങനെ ഓരോ വാക്യങ്ങളും ഈ രൂപത്തിൽ എഴുതുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള നീട്ടാനോ ദീർഘമൊന്നും ഇല്ലാത്ത വാക്കുകൾ എഴുതി, പിന്നെ ഫത്തഹിനെ നീട്ടേണ്ട വാക്കുകൾ എഴുതി, പിന്നെ കെസറിനെ നീട്ടുന്നത്, പിന്നെ ലൊമ്മിനെ നീട്ടുന്നത് നമ്മൾ എഴുതിയത്. ഇനി അടുത്തത് നമുക്ക് യകാരം ഒകാരാണ് ഇനി നമുക്ക് ഇതിൽ വരാനുള്ളത്. എന്താണ് ഈ യകാരം എന്ന് പറയുന്നത്? ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ കാണുന്ന ഇതിനാണ് യകാരം എന്ന് പറയുക. നമ്മൾ പുസ്തകത്തിലൊക്കെ നോക്കിയാൽ കാണാം ഈ രൂപത്തിൽ ഇടുന്നത് ഇതിനാണ് യകാരം എന്ന് പറയുക. ഇത് വായിക്കൽ യെ, ബെ, സെ, മെ, കെ, റേ, വേ, കെ, ആ രൂപത്തിലാണ് ഇത് വായിക്കുക. യകാരം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇനി നമുക്ക് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത്. അതെങ്ങനെ? ആദ്യം നമുക്ക് യകാരം എന്താണെന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നിട്ടാണ് അതിനാണ് ഇവിടെ കാണിച്ചത്. യകാരം എന്ന് പറഞ്ഞാൽ ഈ സംഗതിയാണെന്നുള്ളത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? യെ, ബെ, സെ, മെ, കെ, റേ, വേ, ലെ, ആ രൂപത്തിലാണ് അതിൻ്റെ ഉച്ചാരണം എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാൻ പോവുകയാണ്. ഉദാഹരണം എങ്ങനെ? പെട്ടി പേ, പെട്ടി, പേ എന്നാണ് വന്നത്, പെട്ടി. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്തു? നമ്മൾ ആ ചാർട്ടിൽ നോക്കിയിട്ട് കണ്ടെത്തും പെട്ടി. പെട്ടി. ഓക്കെ, അടുത്തത് കെട്ടി. അടുത്തെന്താണ്? കെട്ടി എന്നാണ്. അപ്പോൾ കെട്ടി കാഫിൻ്റെ മേലെ യകാരട്ട് കണ്ടില്ലേ? കെട്ടി. അടുത്ത് ചെടി എന്നാണ്. ഇതവിടെ എഴുതിയിട്ടുണ്ട് ചെടി. ഇവിടെ കൂട്ടക്ഷരമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ചെടി. ച എന്ന അക്ഷരത്തിൻ്റെ മേലെ യകാരം കിടക്കണം കണ്ടില്ലേ? ചെടി. അടുത്ത് വെടി എന്നാണ്. വെടി, വേ, വാവിൻ്റെ മേലെ യകാരം വേ, വെടി. അടുത്ത് കെണി, കാഫിൻ്റെ മേലെ ക എന്ന അക്ഷരത്തിൻ്റെ മേലെ യകാരട്ടപ്പോൾ എന്തായി? കെണി. പിന്നെ നാന്ന് എഴുതുന്നു കെണി. അപ്പോൾ യകാരം ദീർഘമില്ലാത്ത യകാരത്തെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? പരിചയപ്പെട്ടത്. ഈ യകാരത്തെ നീട്ടി ഉച്ചരിക്കും. അതെങ്ങനെയാണ്? നീട്ടിക്കാണ്ട് വായിക്കും. അപ്പോൾ എങ്ങനെയാണ് യകാരത്തെ നീട്ടൽ? യാ കൊടുത്തിട്ടാണ് യകാരത്തെ നീട്ടൽ. അതിൻ്റെ ഉദാഹരണം നോക്കാം നമുക്ക്. തേയില എന്നല്ല പറഞ്ഞത്, തേയില. പെനല്ല പേന. അപ്പോൾ യകാരത്തെ നീട്ടിയില്ലേ? ചേട്ടൻ എന്നല്ല, ചേട്ടൻ. അപ്പോൾ നീട്ടി. കേരളമല്ല കേരളം എന്നല്ല നമ്മൾ പറച്ചില്ല, പിന്നെ കേരളം. അപ്പോൾ യകാരത്തെ നീട്ടി. തേയില എന്നല്ല, തേയില എന്നാകുമ്പോൾ യകാരമില്ല, അല്ല യകാരാണ് പക്ഷെ നീട്ടണില്ല. അപ്പോൾ എന്ത് ചെയ്തു? നീട്ടി. തേയില എന്ന് കൊടുത്തില്ല. അപ്പോൾ യകാരത്ത് നീട്ടൽ എന്ത് ചെയ്താൽ? യാ ആയിട്ടാണ് യകാരത്ത് നീട്ടൽ. അത് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് കണ്ട തേ, ഈ തേയില എന്നുള്ള എഴുതിയിട്ടുണ്ട് തേ. ഒന്നാമത്തെ തായിന് എന്ത് ചെയ്തു? യകാരട്ടു തേ എന്നായി. അതിന് നീട്ടാനാണ് ഈ യാ. രണ്ടാമത്തെ യാ ഈ എഴുത്തിലുള്ള ഈ യാ ആണ്. അപ്പോൾ തേയില തേയില. ഇനി അടുത്ത് പേന എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പ എന്ന അക്ഷരത്തിന് യകാരം ഇടുന്നു പേ. അതിന് നീട്ടാൻ പേന എന്നാവണ്ടേ? അപ്പോൾ യാ ഇട്ട് കൊടുക്കുന്നു പേന. അടുത്ത് ചേട്ടൻ എന്നാണ്. അപ്പോൾ ചേട്ടൻ എഴുതുമ്പോൾ ചേ ച എന്നതിൻ്റെ മേലെ യകാരട്ടു. അപ്പോൾ ചേ എന്നായി. അതിന് നീട്ടാൻ യാ കൊടുത്തു ചേ. പിന്നെ ചേട്ടൻ. ഇനി അടുത്ത് കേരളം എന്നാണ്. കേരളം. അപ്പോൾ ക എന്നതിൻ്റെ മേലെ യകാരട്ടു. അപ്പോൾ കെ എന്നായി. അങ്ങനെ കേനെ നീട്ടാൻ യാ കൊടുത്തു കേ. പിന്നെ കേരളം. ഈ രൂപത്തിലാണ് യകാരം നീട്ടാൻ ഉപയോഗിക്കുക. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒകാരത്തിലേക്ക് കിടക്കാം. എന്താണ് ഒകാരം? ഈ അക്ഷരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടില്ല കിടക്കുന്നത് നമ്മളെ പിന്നെ ലൊമ്പ് തിരിച്ചിട്ടതുപോലുള്ള സംഗതി. അതിനാണ് എന്ത് പറയുക? ഒകാരം എന്ന് പറയുക. എന്താ പറയുക? ഒകാരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പം എന്താ വായിക്കുക? ഒകാരട്ട് കഴിഞ്ഞാൽ ഓ, ബോ, സോ, മോ, കോ, റോ, വോ, കോ, അങ്ങനെയായിട്ട് ഇത് വായിക്കുക. ഓ, പിന്നെ ബോ, സോ, മോ, ആ രൂപത്തിലുള്ള വായനാൾ പിന്നെ ഒകാരം കൊടുത്താൽ അങ്ങനെയാണ് വായിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഇത് നോക്കാം. നമ്മൾ പാ നെള്ളിന് ഒകാരം കൊടുത്തപ്പോൾ പോന്നായി. അപ്പോൾ പൊട്ടി. അടുത്ത് തൊട്ടി. താ നെള്ളിന് ഒകാരം കൊടുത്തപ്പോൾ തൊട്ടി. അടുത്ത് കൊട, പൊടി, കൊടി. ഓക്കെ. പാ എന്നുള്ള അക്ഷരത്തിന് ഒകാരം കൊടുത്തപ്പോൾ എന്തായി? പോന്നായി. അപ്പോൾ പിന്നെ ഡാ കൊടുത്തു പൊട്ടി. ഡാക്ക് കെസറും കൊടുത്തപ്പോൾ പൊട്ടി എന്നായി. അടുത്ത് തൊട്ടി എന്നാണ്. ഇനി
ഒകാരം കൊടുത്തപ്പോൾ തോ, അങ്ങനെ തൊട്ടി. പിന്നെ ഡാ കൊടുക്കുന്നു, ഡാ ഇനി കെസർ കൊടുക്കുന്നു, അപ്പോൾ തൊട്ടി എന്നാകുന്നു. അടുത്ത് കൊട. കൊട ഇവിടെ കാഫിന് എന്ത് കൊടുത്തു? ഒകാരം കൊടുത്തു, അപ്പോൾ എന്ത് വായിച്ചു? കോ. അങ്ങനെ കൊട. ഇനിയോ പൊടി എന്നാണ് അടുത്ത്. പൊടി കണ്ടാ, പാക്ക് ഒകാരം കൊടുക്കുന്നു, പോന്നായി. അങ്ങനെ ഡാക്ക് കെസറും കൊടുക്കുന്നു, പൊടി. അടുത്തത് കൊടി. കൊടി കാഫിന് ഒകാരം കൊടുക്കുന്നു, ഡാന് കെസറും കൊടുക്കുന്നു, അപ്പോൾ എന്തായി? കൊടിയെന്നായി. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ ഇതേപോലത്തെ എന്ത് ചെയ്യുക, കണ്ടെത്തിയിട്ട് എഴുതുക. ഇത് മലയാളത്തിൽ ആദ്യം എഴുതുക, എന്നിട്ട് അത് ആ ചാർട്ട് നോക്കിയിട്ടോ പാഠത്തിൽ നോക്കിയിട്ടോ എന്ത് ചെയ്യുക, മാറ്റുക. അങ്ങനെ ഒകാര യകാരമുള്ള അക്ഷരങ്ങൾ പഠിക്കുക. ഇനി ഒകാരത്തെയും നീട്ടും. ഒകാരത്ത് നീട്ടൽ എന്തായിട്ടാണ്? അത് വാവയിട്ടാണ് ഒകാരത്ത് നീട്ടുക. അവിടെയൊക്കെ ഒകാരം കണ്ടില്ല, ഇതിനൊക്കെ ശേഷം വാവ് ഉണ്ടാവും. ആ വാവ് കൊണ്ടാണ് ഒകാരത്ത് നീട്ടൽ. അത് ഏതാണ് ആ വാക്കുകൾ? തോട്ടം, തൊട്ടം എന്നല്ല പറഞ്ഞത്, തോട്ടം, കോട്ടം, കൊട്ടല്ല, കോട്ട്, സോറി കോട്ട് എന്നാണ് പറഞ്ഞത്, കൊട്ട് എന്നല്ല പറഞ്ഞത്, കോട്ട് ദീർഘണ്ട്. പോത്ത് കണ്ട, പോത്ത് ദീർഘണ്ട്. ചോക്ക, അടുത്തത് നോട്ട്, ഒക്കെ അതിന് നീട്ടാണ്ട്. ഓക്കെ റെഡി അല്ലേ? നൊട്ട് എന്നല്ലല്ലോ പറഞ്ഞത്, നോ എന്നാണ്. ചോക്ക, ചൊക്കല്ല ചോക്ക, അപ്പോൾ നീട്ടാണ്ട്. അപ്പോൾ എങ്ങനെ നീട്ടുക ഒകാരത്തെ? ഓരോ അക്ഷരം നോക്കി അതിൻ്റെ മുകളിലൊക്കെ ഒകാരിട്ട് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ ഒകാരത്തെ നീട്ടൽ വാവയിട്ടാണ് ഒകാരത്ത് നീട്ടുക. നമ്മൾ ലൊമ്മിനെ നീട്ടൽ വാവയിറ്റാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ഇവിടെ വാവിനെ, ഇവിടെ ഒകാരത്ത് നീട്ടൽ ഏതുകൊണ്ടാ? വാവയിറ്റാണ് ഒകാരത്ത് നീട്ടൽ. അപ്പോൾ എങ്ങനെ എഴുതും? തോട്ടം കണ്ടാ, തോട്ടം. അടുത്തത് കോട്ട് എന്നല്ലേ, ഇതാ കോട്ട്, കാഫിന് ഒകാരിട്ടു, പിന്നെ ട്ട്, കോട്ട്. അടുത്ത് പോത്താണ് കണ്ടാ, പ എന്ന അക്ഷരത്തിന് ഒകാരിട്ടു, പോത്ത്, വാവും കൊടുത്തു, പോത്ത്. അടുത്ത് ചോക്ക, നോട്ട്. ഓരോന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഈ രൂപത്തിലാണ് യകാരവും ഒകാരവും എഴുതുന്നത്. ഇനി എല്ലാവരും കൺഫ്യൂസ്. പിന്നെ അറബി മലയാള അക്ഷരത്തിലുള്ള കൂട്ടക്ഷരങ്ങളുണ്ട്. കുറച്ച് കൂട്ടക്ഷരങ്ങൾ നമുക്ക് കാണാമല്ലോ. അത് അവിടെ ണ്ട, ങ്ക, ന്ത, മ്പ, ട, ൻ്റെ, ട, ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങളുണ്ടല്ലോ. ഇത് അക്ഷരം എൻ്റെ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എഴുതുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ണ്ട കണ്ട, മണ്ട, മണ്ട. ഒരു വാക്ക് എഴുതിയത് കണ്ട, മണ്ട. അപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ മണ്ടാന്ന് എഴുതി നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അടുത്ത് ഇങ്ക എന്നുള്ളതാണ്. ഇങ്ക വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതും? മങ്കി കണ്ട, മങ്കി. ഈ ഇങ്കായാണ് വരിക. അതിന് മലയാള അക്ഷരം ഇവിടെ മലയാളം എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഈ അക്ഷരമാണ് ഈ കാണുന്നത്, ഇങ്കി എന്നുള്ളത് ഈ കാണുന്നത്. അടുത്ത് എന്താ എന്നുള്ള അക്ഷരം ഇതാ, പന്ത് കണ്ടാ, പന്ത്, പന്ത്. പാ കഴിഞ്ഞിട്ടുള്ള അക്ഷരം കണ്ടില്ല, എന്താ, എന്ത് എന്നുള്ളത് അത് ഈ അക്ഷരമാണ്. അടുത്ത് ഇമ്പ എന്നുള്ളതാണ്. അപ്പോൾ കമ്പി, ആ കാഫ് കഴിഞ്ഞിട്ടുള്ള പിന്നെ നൂനും പായും ഏതാ? ഇമ്പ എന്നുള്ള അക്ഷരമാണ്. ഇവിടെ കെസറാണ്, കമ്പി. അടുത്ത് ട, ട എന്നുള്ള അക്ഷരം ഏതാണ്? ഇത് അവിടെ കണ്ടില്ലേ, പാന്ന് കഴിഞ്ഞിട്ട് ഇതാണ് ട എന്നുള്ള അക്ഷരം, പാറ്റ, പാറ്റ. അടുത്ത് ഇൻ്റെ, നമ്മൾ അവൻ്റെ ഇവൻ്റെ എന്നൊക്കെ പറയില്ലേ, അവിടെ ഉപയോഗിക്കുന്നതാണ് ഇൻ്റെ. നൂന് ഇര എന്നുള്ള, അതാണ് ഇൻ്റെ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ അവൻ്റെ കണ്ടാ, അവൻ്റെ. ഓക്കെ, അടുത്ത് ട എന്നുള്ള അക്ഷരം. അപ്പോൾ പാട്ട് കണ്ടാ, ട എന്നുള്ള അക്ഷരം എങ്ങനെ വന്നത് നോക്കിക്കോളിയും. അടിയിൽ പുള്ളി മേലെ ശബ്ദം കൊടുത്തപ്പോൾ ട എന്നുള്ള അക്ഷരമായി ദാലിന്. അപ്പോൾ പാട്ട്. ഈ രൂപത്തിലാണ് കൂട്ടക്ഷരങ്ങളുള്ളത്. ഓക്കെ, ഇനിയും കൂട്ടക്ഷരങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. മലയാള വാക്കുകൾ എഴുതി തന്നിട്ട് മലയാള വാക്ക് എഴുതിയിട്ടാണ് നമ്മൾ അറബി മലയാളം കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ അല്ലെങ്കിൽ പുസ്തകത്തിലെ പേജ് നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇനി നമ്മളൊക്കെ കൺഫ്യൂഷനായി പോകുന്ന ചില വാക്കുകളുണ്ട്, അതാണ് ഇനി പറയുന്നത്. ഇപ്പോൾ സൃഷ്ടി, സൃഷ്ടി എന്ന് എഴുതുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ ശ്രീ എന്ന് എഴുതുക എന്നൊക്കെ തോന്നും. ശ്രീ എന്ന് എഴുതുക വളരെ സിമ്പിളാണ്. ഉണ്ടാ, സീറ് തന്നെയാണ് ഈ ശ്രീ എന്ന് പറഞ്ഞത്. ഓക്കെ, സൃഷ്ടി വാക്ക് ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല. ശ്രീ, ഈ ശ്രീ എന്നുള്ള മലയാള വാക്ക് ഫുൾ എഴുതിയിട്ടുണ്ട്, അറബി മലയാളം ഫുൾ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ശ്രീ എന്നുള്ള ഇവിടെ കാണിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അടുത്ത് പത്രിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രീ എന്നുള്ളത് ഇപ്പോൾ എങ്ങനെ എഴുതും? ത്രീ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അക്ഷരം ഏതാണ് എന്നിങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട. കണ്ട, തീറി, തീറി എന്ന് കൊടുത്താൽ ത്രീ നായി കണ്ട് വായിച്ചാൽ ത്രീ നായി. അടുത്ത് പ്രാവ് എന്നുള്ളതിൽ ഈ പ്രാന്നെങ്ങനെ എഴുതും? പ്രാന്നെങ്ങനെ എഴുതും? കൺഫ്യൂഷനാണ്. അപ്പോൾ അതാണ് പ്ര. ഈ രൂപത്തിലാണ് പ്ര എന്നുള്ളത് എഴുതുക. ഓക്കെ, റെഡി അല്ലേ? ഇനി മത്സ്യം, ഇതിൽ സ്യം എന്നുള്ളത് എങ്ങനെ എഴുതും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. മത്സ്യം എന്നൊക്കെ കാണുമ്പോൾ, സസ്യം എന്നൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അസ്യം എന്ന് എഴുതുകയെന്ന് കൺഫ്യൂഷൻ ആകണ്ട. ഇതാണ് അസ്യം, സ്യം. ഓക്കെ, സ്യം, അത് റെഡി. ഇനി അടുത്ത് കൃഷി എന്നുള്ളതാണ്. കൃഷി, ഇക്റിന്ന് എങ്ങനെ എഴുതും എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ അതിനാണ് ഇവിടെ കൊടുത്തത് കൃ. കണ്ടാ, കൃ അങ്ങനെയാണ് എഴുതുക. പിന്നെ ഇവിടെ ഷീന്ന് എഴുതി അപ്പോൾ കൃഷി എന്നായി. പിന്നെ പത്രം, ത്രം കണ്ടാ, ത്രം. ഈ ത്രം എങ്ങനെ എഴുതുക? ത്രം കണ്ടാ, ഈ രൂപത്തിൽ ത്രം. അടുത്ത് വ്യാഴം,
അപ്പോൾ വ്യാ എന്നുള്ളതാണ് ഇവിടെ എഴുതണത്. വ്യ കണ്ടാ വ്യ, ഇതാണ് വ്യാ എന്നുള്ളത്. ഇവിടെ ഒരു അലിഫും കൂടെ കൊടുത്താൽ വ്യാ എന്നായി. ഓക്കെ, അപ്പോൾ വ്യാ എന്നിങ്ങനെ എഴുതുക. റെഡി അല്ലേ? അത് അപ്പോൾ ആ ഓരോ അക്ഷരങ്ങൾ ഇപ്പോൾ ഇസ്ര, ത്ര, പ്ര, സ്യം, കൃ, ത്രം, വ്യ, ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുത്തത്. വാക്ക് ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ചാർട്ട് നോക്കിയിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. എങ്ങനെ ഒരു പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വാചകം എഴുതാൻ പോവുകയാണ്. ഞാൻ എന്നും നേരത്തെ നിസ്കരിക്കും, ഞാൻ എന്നും നേരത്തെ നിസ്കരിക്കും. അപ്പോൾ നമ്മളത് നോക്കി എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുത്ത് വരിക. ഞാൻ എന്നും നേരത്തെ നിസ്കരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്നുള്ള ഒരു പദമാണ്, എന്നും എന്നുള്ളത് വേറൊരു പദമാണ്, നേരത്തെ എന്നുള്ളത് വേറൊരു പദമാണ്, നിസ്കരിക്കും എന്നുള്ളത് വേറൊരു പദമാണ്. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ അല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ അറബി മലയാളത്തിൽ എഴുതുമ്പോഴും വേണം. ഉണ്ടാ ഞാൻ അത് കഴിഞ്ഞൊരു സ്പേസ് ഇട്ടിട്ടുള്ളൂ എന്നും എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടാണ് നേരത്തെ. ഇതാണ്ട നേരത്തെ എന്നുള്ളത്. നിസ്കരിക്കും അത് വേറെ സ്പേസ് ഇട്ടിട്ടാണല്ലോ. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. അല്ല എല്ലാം കൂടെ കലക്ക് കൂട്ട സമവാക്യമായിട്ട് എന്ത് ചെയ്തത് എഴുതരുത്, ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കാണ്ട് എഴുതരുത്. ഞാൻ എന്നും നേരത്തെ നിസ്കരിക്കും. ഇത് മൂന്ന് വേർഡുകളാണ്. അങ്ങനെയാണ് മലയാളം എഴുതുമ്പോൾ അങ്ങനെയുള്ള എഴുതണം. അതേ രൂപത്തിൽ തന്നെ അറബി മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എഴുതണം. ഇനി അടുത്തത് എല്ലാ ദിവസവും ഞാൻ നേരത്തെ എണീക്കും. ഇവിടെ എല്ലാ ദിവസവും ഒരു പദം, ഞാൻ മറ്റൊന്ന്, നേരത്തെ ഒന്ന്, എണീക്കും. ഞാൻ നോക്കാം നമ്മൾ എല്ലാ ദിവസവും ഒറ്റ പദമായിട്ട് എഴുതി എല്ലാ ദിവസവും. പിന്നെ ഞാൻ എന്നുള്ളതാണ് വേറിട്ടത്. ഞാൻ അത് നമ്മൾ വേറെ എഴുതി. നേരത്തെ അത് വേറെ എഴുതി. നേരത്തെ. പിന്നെ എണീക്കും. ഇതൊക്കെ നമ്മൾ എവിടെ നോക്കിയിട്ട് എഴുതണത്? നമ്മൾ ആ ചാർട്ടിൽ നോക്കിയിട്ടാണ് നമ്മൾ എഴുതണത്. ആദ്യം സിമ്പിളായിട്ടുള്ള വേർഡുകളൊക്കെ എഴുതി നമ്മൾ പഠിച്ച് ഒരുപാട് വാക്കുകൾ എഴുതി പഠിച്ചതിന് ശേഷമാണ് ഇതിമക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിലാണ് വാചകങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വേറെ ഒന്നും കൂടെ നോക്കാം. പരീക്ഷയിൽ ഞങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങും. പരീക്ഷയിൽ അതൊരു പദമാണ്. ഞങ്ങൾ അത് മറ്റൊന്ന്. കൂടുതൽ അത് വേറെ. മാർക്ക് വാങ്ങും. ഇങ്ങനെയൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ നമ്മൾ അത് എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതുക? കണ്ടാ പരീക്ഷയിൽ നിന്ന് ഒറ്റ വാക്കല്ലേ, അത് അതേപോലെ തന്നെ എഴുതി. പരീക്ഷയിൽ ഞങ്ങൾ ഞങ്ങൾ എഴുതി. കൂടുതൽ അടുത്ത കൂടുതൽ കൂടുതൽ മാർക്ക്, ആ മാർക്ക് എന്നുള്ള ഇവിടെ എഴുതി. വാങ്ങും വാങ്ങും. അങ്ങനെ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഓരോ വാക്കുകളും മുറിച്ച് വരുന്ന വാക്കുകളുണ്ടല്ലോ. പരീക്ഷയിൽ ഞങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങും. ഇതൊക്കെ ഓരോ പദങ്ങളാണല്ലോ. അത് കൂടുമ്പോഴാണല്ലോ വാചകമാകുന്നത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അറബി മലയാളം എഴുതുമ്പോൾ എഴുതണം. ഓരോ വാക്കുകളും വിട്ട് എന്ത് ചെയ്യണം, സ്പേസ് കൊടുത്തിട്ട് എഴുതണം. അല്ലാതെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് എന്ത് ചെയ്യരുത്. ഇൻഷാ അല്ലാ ഇത്രയാണ് ഈ അറബി മലയാളത്തിൽ പറയാനുള്ളത്. ഇനിയും ഒരുപാടുണ്ടാവും. വീഡിയോ അങ്ങനെ ദൈർഘ്യം പോകും. ഇപ്പം തന്നെ ഏകദേശം കുട്ടികൾക്കൊക്കെ മനസ്സിലാകും. ഈ രൂപത്തിൽ തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാവട്ടെ വീഡിയോ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ല നാഫിയായ ഇൽമു പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.